ഹായ് കൂട്ടുകാരെ, ഹായ് പ്രൈസ് ദി ലോർഡ്. ഐക്യനാടുകളുടെ ഒന്നാമത്തെ പ്രസിഡന്റ് ജോർജ് വാഷിങ്ടൻ്റെ ബാല്യകാലം. തൻ്റെ പിതാവായ അഗസ്റ്റിൻ വാഷിങ്ടൺ കൃഷിയിൽ വളരെ തൽപരനായ ഒരു വ്യക്തിയായിരുന്നു. തൻ്റെ തോട്ടത്തിൽ വളരെ പ്രത്യേകമായിട്ട് ഒരു ഫലവൃക്ഷം താൻ നട്ടു വളർത്തിയിരുന്നു. എന്നിട്ട് ഒരു ദിവസം വൈകിട്ട് ഈ തൈമര ആരോ വെട്ടിയിരിക്കുന്നതായി തനിക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അപ്പം അഗസ്റ്റിൻ വളരെ ക്ഷുഭിതനായിട്ട് തൻ്റെ വേലക്കാരെ വിളിച്ചു. എന്നിട്ട് അവർ വളരെയധികം ശകാരിച്ചു. എന്നിട്ട് ഇത് കണ്ട ജോർജ് വളരെ ധൈര്യമായിട്ട് ഒരു കാര്യം പറഞ്ഞത് തൻ്റെ പിതാവിനെ അത്ഭുതപ്പെടുത്തി. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയോ? അവൻ പറഞ്ഞു, ഡാഡി, വേലക്കാരെ വഴക്ക് പറയണ്ട, അത് ചെയ്തത് ഞാൻ തന്നെയാണ്. എൻ്റെ പുതിയ കോടാലിയുടെ മൂർച്ച പരിശോധിക്കാൻ വേണ്ടി ഞാൻ അത് വെട്ടി നോക്കിയതാണ് എന്ന് പറഞ്ഞു. അവന് വേണമെങ്കിൽ തൻ്റെ ഡാഡിയോട് വേലക്കാരെ വഴക്ക് പറഞ്ഞപ്പോൾ മിണ്ടാതിരിക്കാമായിരുന്നു. എന്നാൽ തൻ്റെ വളരെ സത്യസന്ധതയോടുള്ള താൻ ചെയ്ത കാര്യം തൻ്റെ പിതാവിനോട് അവൻ ഏറ്റു പറഞ്ഞു. എന്ത് നല്ലൊരു സ്വഭാവം അല്ലേ! ഈ സത്യസന്ധത തന്നെ ഒരു വലിയ നിലയിലെത്തിക്കുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, നമ്മുടെ ദൈവം ആഗ്രഹിക്കുന്നത് അത് തന്നെ. നമ്മുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ദൈവപൈതൻ്റെ ജീവിതത്തിൽ സത്യസന്ധതയോടെ ജീവിതം നയിക്കുവാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ അവിടുന്ന് നമ്മുടെ കൂടെ ഇരിക്കുകയും നമ്മളെ പരിപാലിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുമ്പോൾ ദൈവം നമ്മെ ആശീർവദിക്കും, അനുഗ്രഹിക്കും, നമ്മളെ മുമ്പോട്ട് വലിയ നിലയിൽ എത്തിച്ചുകൊണ്ട് നമ്മളെ മുന്നോട്ട് നയിക്കുകയും ചെയ്യും. തൻ്റെ ചെറുപ്പം മുതലേയുള്ള ആ സത്യസന്ധത അദ്ദേഹത്തെ വലിയ നിലയിലെത്തിച്ചു. അമേരിക്കൻ ഐക്യനാടുകളുടെ ഒരു നന്മയായിട്ട് അദ്ദേഹം തീർന്നു. അനേക അടിമത്തങ്ങൾക്കെല്ലാം അടിച്ചമർത്തുന്നതിന്, ഇല്ലാതാക്കുന്നതിനൊക്കെ അദ്ദേഹത്തിന് ഇടയായിത്തീർന്നു. ആ ഐക്യനാടുകൾക്ക് ഒരു വലിയൊരു നന്മയായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം ആയിത്തീർന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. സങ്കീർത്തനങ്ങൾ 84:11. യഹോവയായ ദൈവം സൂര്യനും പരിചയമാകുന്നു, യഹോവ കൃപയും മഹത്വവും നൽകുന്നു. നേരോടെ നടക്കുന്നവർക്ക് അവനൊരു നന്മയും മുടക്കുകയില്ല. സങ്കീർത്തനം 84:11.